ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ ബസുമതി റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. 20 മിനിറ്റ് നേരം നമ്മളിങ്ങനെ കഴുകി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയൊക്കെ വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ അരിയൊക്കെ നമ്മൾ ഒരു 3-4 വട്ടം കഴുകിയതിന് ശേഷം അത് നിറയെ വെള്ളം ഒഴിച്ച് നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ അരിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നും കൂടെ കഴുകിയതിന് ശേഷം ഒന്ന് ഊറ്റിയെടുത്ത് വെക്കാം. അതിന് ശേഷമാണ് നമ്മളിതൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച അരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അരിയിലുള്ള വെള്ളമെല്ലാം വേഗം തന്നെ ഊർന്നു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ അരിയൊക്കെ നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഫ്രൈഡ് റൈസിനായിട്ട് നമ്മൾ ചോറാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അളന്നിപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്ന പാകത്തിന് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ അരി വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസിലെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ച് കൊടുത്തൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അത് മൂടി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ബീഫ് കറിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 സവോള, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ അതിൻ്റെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല പൗഡർ, മീറ്റ് മസാല പൗഡർ എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോളയുടെയൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് വെളുത്തുള്ളിയുടെ ഇഞ്ചിയൊക്കെ നല്ല വൃത്തിയാക്കി നമ്മൾ വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഒന്ന് ഊറ്റി മാറ്റി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോകും. നമ്മൾ എത്ര ഇതെടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് സവാളയൊക്കെ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റേ ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെ നമ്മൾ നന്നായിട്ട് കട്ടി കുറച്ച് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. സവോളയുടെ ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാനുള്ള സവോള ആയതുകൊണ്ടിട്ട് ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമ്മളുടെ സവോളയൊക്കെ വെന്തുടഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നമ്മൾ തുരാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിനിടയ്ക്ക് അരിയൊക്കെ ഒന്ന് തിളച്ച് ഇങ്ങനെ പൊങ്ങി പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എൻ്റെ ശ്രദ്ധ മൊത്തം സവോളയിലായതുകൊണ്ടിട്ട് നമ്മളുടെ ഇതൊക്കെ തിളച്ച് പോയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തിളച്ച് പോകുന്നത് കണ്ടത്. പിന്നെ നമ്മൾ മൂടിയൊക്കെ മാറ്റി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. നമ്മുടെ അരിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറ് വെന്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ വെള്ളം ഊറ്റിയെടുക്കുന്നില്ല. നമ്മളിതിൽ തന്നെ ആവശ്യത്തിന് വെള്ളമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് അടപ്പ് മാറ്റിയിട്ടാണ് ഈ പ്രാവശ്യം ഒന്ന് മൂടി വെച്ചത്, കാരണം അത് തിളച്ച് പോകാതിരിക്കാൻ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വലിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കൈ കൊണ്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 5 മിനിറ്റ് നേരം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നവരെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നമ്മളൊരു വിസിൽ അടുപ്പിക്കുന്നുണ്ട്.
ഇങ്ങനെ ബീഫ് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ബീഫ് കറി തയ്യാറുമാക്കി എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല രുചികരവുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ചോറിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്, വറ്റിയൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പം ചോറ് ഭയങ്കരമായിട്ട് വെന്ത പോലെയൊക്കെ ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അത് കറക്റ്റ് വേവായിരിക്കും കേട്ടോ. അപ്പോൾ ചോറ് നമ്മളുടെ വെന്തൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കുക്കറിൽ ഒരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവോളയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കാണും. അപ്പോൾ ഞാൻ ആ വിസിലിൻ്റെ ആ ആവിയൊക്കെ ഒന്ന് കളയുകയാണ് കേട്ടോ. നമ്മുടെ ഈ ആവി പോകാതെ നമ്മൾ ഒരിക്കലും കുക്കർ തുറക്കരുത്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ആവിയൊക്കെ പോയി നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്, 2.5 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ചെറിയ സ്പൂണിലാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 1/4 സ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മീറ്റ് മസാല പൗഡർ നമ്മൾ കുറച്ച് ഏറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ എത്ര ബീഫാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പൊടികളുടെയും അതുപോലെ സവോളയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ചിക്കൻ കറി ആണെങ്കിൽ ഇതേ രീതിയിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ സവോളയൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് നമ്മളുടെ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി നമ്മളൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വരണം. അപ്പോൾ അവിടെ ഇരുന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് മിക്സായി വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചട്ടിയൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സവാളയിലിട്ട മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി ഊറ്റി വെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചാറ് എത്ര വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ ഒത്തിരി ചാറ് അല്ല കുറുകിയ ചാറോടുകൂടിയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും കുക്കറിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇറച്ചിയൊക്കെ ഇനി വെന്ത് വരുന്ന സമയത്ത് നമ്മളുടെ ഫ്രൈഡ് റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മുടെ ചോറൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെന്ത് പോലെയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അത് നമ്മളുടെ ചോറൊക്കെ ഒന്ന് ചൂടാറി വന്ന സമയത്ത് അതൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല പാകത്തിൽ വെന്തൊക്കെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മളുടെ ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ വീണ്ടും മൂടി വെച്ച് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബേജ് ഒക്കെ എടുക്കാം കേട്ടോ. ഞാൻ ക്യാബേജ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളതൊക്കെ എടുത്തൊന്ന് അരിഞ്ഞു വെച്ച സമയത്ത് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് പൊട്ടറ്റയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ പൊട്ടറ്റോ വലിയ ഇഷ്ടമായതുകൊണ്ടിട്ട് ശരിക്കും നമ്മുടെ ബീഫ് കറി ഇങ്ങനെയാണ് കേട്ടോ. നമ്മളതൊരു 1 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ബീഫിലുള്ള വെള്ളം ബാക്കി ഇറങ്ങി വന്നതാണ് ഈ ചാറ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊരു ബീഫ് കറി ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഈ സമയത്തൊക്കെ നമ്മളുടെ ക്യാരറ്റും ക്യാബേജും ഒക്കെ അരിഞ്ഞ് നമ്മൾ വെച്ചിട്ട് ക്യാബേജ് അല്ല ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് സവാള, അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ നമ്മുടെ ബീൻസും എല്ലായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക്. ഇപ്പോൾ നമ്മൾ ഇത്രയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഉള്ളവർക്ക് സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ വേവിച്ച് വെച്ച മൊത്തം ചോറും എടുത്തിട്ടില്ല. നമ്മൾ അതിലെ പകുതി ചോറ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ബീൻസും ക്യാരറ്റും അതുപോലെ തന്നെ നമ്മളുടെ
ക്യാപ്സിക്കവും എല്ലാം നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ നമ്മുടെ ചോറൊന്നും വലുതായിട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച് വേവിച്ച് വെച്ച അരിയിൽ കുറച്ച് മാത്രമേ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പകുതി ചോറേ. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞ പോലെ സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ വേണ്ടവർക്കൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കത് വേണ്ടാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ മുട്ട വേണ്ടവർക്ക് ചിക്കിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ അടിപൊളി ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ നമ്മളുടെ ബീഫ് കറിയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും അതുപോലെ തന്നെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ നമ്മളുടെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പാത്രം എല്ലാം കഴുകി വെച്ച് നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.